ഇത് നല്ല മഴയുള്ള ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. നല്ല മഴ ആകുമ്പോഴാണല്ലോ നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം കൂടുതലായിട്ട് ആഗ്രഹം തോന്നും. പിന്നെ പൊതുവെ മഴയത്ത് നല്ല വിശപ്പാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം, എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ആദ്യം തന്നെ ഒന്ന് കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയുടെ എന്താ പറയുക, ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞാൽ തന്നെ നമ്മളെ പകുതി പണി കഴിഞ്ഞ പോലെയാണ്. കാരണം എനിക്ക് ചിക്കൻ കഴുകാൻ ഒരുപാട് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിയൊക്കെ ഞാൻ തലേന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി നന്നാക്കലും ചിക്കൻ്റെ കഴുകുന്ന പണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അരി ഒന്ന് കഴുകിയിട്ട് അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോ ഒരു 20 മിനിറ്റൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് തന്നെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു തലശ്ശേരി ടൈപ്പ് ബിരിയാണിയാണ് ഞാൻ അധികം ഉണ്ടാക്കാറ്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടാണ് അധികം ബിരിയാണി ഉണ്ടാക്കാറ്. ആദ്യമൊക്കെ ഞാനിങ്ങനെ ഊറ്റിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്, ഒന്നുകൂടെ എളുപ്പം, ഒന്നുകൂടെ ഫ്ലേവർ അതാണെന്ന് തോന്നാറ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ പൊതുവേ എനിക്ക് എൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഈ പുറത്തുനിന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ കല്യാണത്തിൽ നിന്നൊക്കെ കഴിക്കുക, അങ്ങനത്തെ ഒക്കെ ബിരിയാണിനെക്കാട്ടും എനിക്ക് പൊതുവേ എൻ്റെ ബിരിയാണി അല്ലെങ്കിൽ എൻ്റെ എല്ലാ കറികളും എനിക്കിഷ്ടമാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം നമ്മൾ ഫുഡ് തന്നെ കഴിച്ച് മടുത്ത് വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. എനിക്ക് മടുപ്പൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടമാണ്. എന്നാൽ വേറെ ആൾക്കാർ വെക്കുന്നതും ഇഷ്ടമാണ്. അല്ലാതെ എൻ്റെ ബിരിയാണി മടുത്ത് അല്ലെങ്കിൽ എൻ്റെ ഫുഡ് മടുത്തിട്ട് വേറെ കഴിക്കണമെന്നൊന്നും തോന്നാറില്ല. പിന്നെ നമ്മളെ ഫുഡ് ആദ്യം നമ്മളാണല്ലോ ഇഷ്ടപ്പെടേണ്ടത്, അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബിരിയാണിയുടെ പണികളൊക്കെ നടക്കുന്നുണ്ട്, പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിട്ട ഡ്രസ്സിൻ്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നല്ലൊരു ടോപ്പാണ്, ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ തലശ്ശേരി ടൈപ്പാണ് ഇപ്പോൾ കുറച്ചായിട്ട് ബിരിയാണി വെക്കാറ്. നല്ല ടേസ്റ്റും ഫ്ലേവറുമാണ് ആ ബിരിയാണിക്ക്. പിന്നെ അടുക്ക് റംബൂട്ടാനൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ റംബൂട്ടാൻ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ റംബൂട്ടാനൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടക്കും ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് ദം ചെയ്ത് വെക്കുകയാണ്. ഞാനൊരു അരമണിക്കൂറെങ്കിലും ദമ്മിലിടും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തുറക്കുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഫ്ലേവർ കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. ഡയറക്റ്റ് വെക്കില്ലൊരു തവട മേലെ വെക്കും. പിന്നെ കച്ചമ്പറൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കച്ചമ്പറാണെന്നാണ് ഇവിടെ പറയുക, സാലഡ്, ഉള്ളി സാലഡ് എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പൂതിക്ക് ഒരു 4-5 പീസ് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ദമ്മായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ടൈം വെച്ചിട്ടാണ്, ഓഫാക്കിയിട്ട് കുറച്ച് ടൈം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണിയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മഴക്കല്ല, ബിരിയാണിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ ശരി എന്നാൽ.